ചേച്ചി. നീ എന്തിനാ മടിക്കുന്നെ? അവിടെ എല്ലാവരും എനിക്ക് ജാതകദോഷം ഉണ്ടെന്നാണല്ലോ കരുതിയിരിക്കുന്നത്. സത്യം അവർക്കറിയില്ലല്ലോ. അതറിയാത്ത സ്ഥിതിക്ക് അവർക്ക് എന്നോട് തീർത്താ തീരാത്ത വെറുപ്പും ദേഷ്യമായിരിക്കുമല്ലോ ചേച്ചി. നീ അതൊന്നും ഇപ്പൊ കാര്യാക്കണ്ട. അവര് വെറുപ്പ് കാണിച്ചാലും അത് സ്വാഭാവികം. പക്ഷെ അതൊന്നും കണ്ട് നീ തളരരുത്. നീ ഇപ്പൊ ഋഷിയുടെ ഭാര്യയാ. അതുകൊണ്ട് നീ ജീവിക്കേണ്ടത് ഋഷിയുടെ വീട്ടിൽ തന്നെയാവണം. നീ സമാധാനിക്കേ. എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരം കാലം കാത്തു വെച്ചിട്ടുണ്ടാവും. എല്ലാം കലങ്ങി തെളിയും. ഈശ്വരൻ നിനക്കൊരു വഴി കാണിച്ചു തരും. എന്തായാലും ഋഷിക്ക് സത്യം മനസ്സിലായല്ലോ. അവൻ നിന്നെ നോക്കിക്കോളും. നീ അവനോടൊപ്പം സന്തോഷായിട്ട് ജീവിക്കണം. നോക്കട്ടെ, അധികം വൈകാതെ തന്നെ സത്യങ്ങളെല്ലാം ഞാൻ മാഡത്തിനെ ബോധ്യപ്പെടുത്താം. മാഡത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മാഡം എന്തെങ്കിലും പറഞ്ഞാലും ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറിയാലും നീ അത് ക്ഷമിക്കണം. എന്റെ മോള് ചെല്ല. ഭഗവാൻ നിന്നെ കാക്കും. അച്ഛന്റെ ആത്മാവ് എപ്പോഴും നിനക്ക് കൂട്ടായി ഉണ്ടാവും. Ah!